വീണ്ടും തലപൊക്കിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വലിയ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. ഇനിയെങ്കിലും നടപടിയെടുക്കാതിരുന്നാൽ കോൺഗ്രസ് പാർട്ടിക്ക് അത് വലിയ ക്ഷീണമുണ്ടാക്കുമെന്ന് ഉറപ്പുമാണ്. അങ്ങനെ വന്നപ്പോൾ ഇതാ പാർട്ടിക്കുള്ളിൽ ഒരു ട്വിസ്റ്റ്. കോൺഗ്രസിനകത്തെ രാഹുൽ വിമതരെല്ലാം ഇനി ഒറ്റക്കെട്ടാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വിവാദത്തിൽപ്പെട്ടതോടെ ഇനി രാഹുലിനെ വിലസാൻ വിടണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസിൽ മാങ്കൂട്ടത്തിനോട് മനസ്സുകൊണ്ട് മടുപ്പുള്ള വലിയൊരു വിഭാഗം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങൾ കൂടുതൽ കടുപ്പത്തിലാകുന്നതാണ് പുറത്തുവന്ന പുതിയ തെളിവുകൾ. ഇരയായ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതിനൊപ്പം ക്രൂരമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഓഡിയോ വീണ്ടും പുറത്തു വന്നിരുന്നു. പെൺകുട്ടി വൈകാരികമായപ്പോൾ നാടകം കളിക്കരുത് എന്നാണ് രാഹുൽ പരിഹസിക്കുന്നത്. പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതാണ് വാട്സപ്പ് ചാറ്റിൽ ഉള്ളത്. എന്നാൽ ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും പുറത്തു വന്നിട്ടും ആ പഴയ ന്യായീകരണം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പുതിയതൊന്നും വിളമ്പാൻ രാഹുലിന് ഇല്ല എന്ന്. ഇരയായ പെൺകുട്ടി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകളും. സസ്പെൻഷനിലായിട്ടും യാതൊരു കൂസലുമില്ലാതെ കോൺഗ്രസിൽ വിലസുന്ന രാഹുലിനെ പൂട്ടാൻ അവസരം കാത്തിരുന്നവർക്ക് ഇപ്പോൾ പുറത്തു വന്ന പുതിയ ശബ്ദരേഖ മാങ്കൂട്ടത്തിലിനെ എന്നേക്കുമായി പൂട്ടാനുള്ള ഒന്നാന്തരം മണിച്ചിത്ര പൂട്ടായിരിക്കുകയാണ്. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം രാഹുലിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതോടെ ഈ തെരഞ്ഞെടുപ്പ് കോളിളക്കങ്ങൾക്കിടയിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലാണ് മാങ്കൂട്ടത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. രമേശ് ചെന്നിത്തല രാഹുലിനെതിരെ വാളെടുത്ത് രംഗത്തെത്തിയതും ശക്തവും കൃത്യവുമായ ഭാഷയിൽ കെ മുരളീധരൻ നിലപാട് വ്യക്തമാക്കിയതുമെല്ലാം മാങ്കൂട്ടത്തിലിനെ മൂലക്കിരുത്താനുള്ള നീക്കം തന്നെയാണ്. CPM-ഉം BJP-യും ഈ വിഷയം ഒന്നുകൂടി ഏറ്റുപിടിച്ചതോടെ രാഹുലിനെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് സംശയമാണ്. രാഹുൽ പാർട്ടിക്ക് പുറത്താണ്, അതുകൊണ്ട് പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്ന ഒറ്റ ഡയലോഗിലൂടെ തന്റെ അതൃപ്തി പരസ്യമാക്കി രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന് ഇറങ്ങുന്നതിൽ പല കോൺഗ്രസുകാർക്കുമുള്ള അതൃപ്തിയാണ് ചെന്നിത്തല പ്രകടമാക്കിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിലും ആരും രാഹുലിനെ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല തുറന്നു പറയുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കോൺഗ്രസ് വേദികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച് രാഹുൽ താൻ കോൺഗ്രസ് പ്രചരണങ്ങളിൽ ആക്റ്റീവാണ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നേതൃത്വത്തിലുള്ള പലർക്കും അതൃപ്തി ഉണ്ടാക്കുകയും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ചെന്നിത്തലയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. VK ശ്രീകണ്ഠൻ MP അടക്കം രാഹുലിന് പിന്തുണ നൽകുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ചെന്നിത്തല നൽകിയത്. UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായിരുന്നു. മാങ്കാവ്, കമ്മാന്തറ, കണ്ണാടി, ചുങ്കമന്തം, മാത്തൂർ വാർഡുകളിലാണ് രാഹുൽ പ്രചരണത്തിന് ഇറങ്ങിയത്. രാഹുൽ പ്രചരണത്തിന് ഇറങ്ങുന്നതിൽ തെറ്റില്ലെന്നായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള VK ശ്രീകണ്ഠൻ MP-യുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ രാഹുൽ വീട് കയറിയുള്ള പ്രചരണത്തിനായി സജീവമായി കളത്തിനിറങ്ങാനിരിക്കെയാണ് ചെന്നിത്തലയുടെ താക്കീത് വെള്ളിടിയായി രാഹുലിനെ ഏൽക്കുന്നത്. കൃത്യവും ശക്തവുമായ അമ്പുകളാണ് കെ മുരളീധരനും തൊടുത്തുവിട്ടിരിക്കുന്നത്. രാഹുൽ വിഷയം സർക്കാരിന്റെ കോർട്ടിലേക്ക് തട്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് മുരളീധരൻ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണെന്ന് മുരളീധരൻ പറയുമ്പോൾ സർക്കാരിന് പിന്നാലെ കോൺഗ്രസിന് നടപടികൾ എടുക്കാമെന്നതാണ് മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. സർക്കാരിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാനുള്ള സാഹചര്യമുണ്ട്. നടപടിയെടുത്താൽ പാർട്ടിയും കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കടക്കും. വിഷയം പരിശോധിച്ച് സർക്കാർ നടപടിയെടുക്കണം. വിഷയത്തിൽ പോലീസ് ഇടപെട്ടാൽ മാത്രമേ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനെ പറ്റി ചിന്തിക്കുമെന്നും മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. സർക്കാരിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൈക്കൊള്ളാവുന്ന നടപടികളെ കുറിച്ചാണ് മുരളീധരൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം. സർക്കാർ അമാന്തിച്ചാൽ പാർട്ടി നടപടിയും വൈകും എന്നതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സർക്കാരും പോലീസും നടപടിയെടുത്താൽ പാർട്ടിയും വേഗത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് മുരളീധരൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയിലില്ലാത്ത ആളിനെതിരെ കൂടുതൽ നടപടിക്ക് പോകണമെങ്കിൽ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടാകണം. ഇതുവരെയും രാഹുലിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്നതിനായുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അത്തരം ഒരു പുകമറ കാണിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് BJP-യും CPM-ഉം കരുതേണ്ട.
തെളിവുണ്ടെങ്കിൽ സർക്കാർ നടപടിയെടുക്കട്ടെ എന്നാണ് മുരളീധരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ സ്ഥിരം ന്യായീകരണങ്ങളും വാദഗതികളുമായി തനിക്കെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് രാഹുലിനെ തളയ്ക്കാൻ മുതിർന്ന നേതാക്കൾ തന്നെ കളത്തിൽ ഇറങ്ങിയിട്ടുമുണ്ട്. ഉറപ്പാണ് രാഹുൽ പുറത്താകും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓരോ കാട്ടിക്കൂട്ടലും ഇപ്പോൾ കോൺഗ്രസിന് തലവേദനയായിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞല്ലോ. സസ്പെൻഷനിലായിരിക്കെ പാർട്ടിയുടെ പേരിൽ നടക്കുന്ന പ്രചരണങ്ങളിൽ കടന്നുവരാൻ ശ്രമിക്കുന്നത് തന്നെയാണ് നേതാക്കൾക്കെല്ലാം അസ്വസ്ഥതയുണ്ടാക്കുന്നത്. പാർട്ടിയുടെ പേര്, പാർട്ടിയുടെ കൊടി, സിംബൽ എന്നിവ എല്ലാം തനിക്ക് വേണ്ടിയുള്ള പ്രതിരോധ കവചമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന രാഹുലിന്റെ സമീപനം ഇന്നത്തെ വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസര രാഷ്ട്രീയമാണ് എന്ന് മുതിർന്ന നേതാക്കൾക്കിടയിൽ ഏക അഭിപ്രായമാണ് ഉള്ളത്. തനിക്ക് നേരെയുള്ള ആരോപണങ്ങളെ രാഷ്ട്രീയ പുകമറയായി ചിത്രീകരിക്കാനുള്ള ശ്രമം ഇനി ആരും വിശ്വസിക്കില്ല എന്ന കാര്യം രാഹുൽ മനസ്സിലാക്കുന്നുമില്ല. റിപ്പോർട്ടുകൾ, ഓഡിയോ, ചാറ്റ് എന്നിവ ഒന്നൊന്നായി പുറത്തു വരുന്നുണ്ടെങ്കിലും രാഹുലിന്റെ വാദങ്ങൾ പഴയതു തന്നെയാണ്. എനിക്ക് വിരോധമുണ്ട്, എന്നെ കുടുക്കുകയാണ് എന്ന പഴയ വാക്കുകൾ ഇന്നത്തെ രാഷ്ട്രീയ ബോധമുള്ള സമൂഹത്തിന് മുൻപിൽ ഏൽക്കില്ല എന്ന് രാഹുൽ മനസ്സിലാക്കുന്നുമില്ല. ഇരയായ പെൺകുട്ടിയുടെ ആരോപണം നിയമപരവും മനുഷ്യപരവുമായ ഗൗരവം അർഹിക്കുന്നവയാണ്. പക്ഷേ അതെല്ലാം രാഷ്ട്രീയ കളിയാക്കി മാറ്റാനുള്ള ശ്രമം രാഹുൽ തുടരുന്നത് തന്നെയാണ് കൂടുതൽ സംശയമുണ്ടാക്കുന്നത്. ഇത്രയും തെളിവുകൾ പുറത്തു വന്നിട്ടും ഒരു വ്യക്തമായ മറുപടിക്ക് പകരം പഠിച്ചു വെച്ചിരിക്കുന്ന ന്യായീകരണങ്ങളാണ് രാഹുലിന്റെ പ്രതിരോധം തന്നെ. കോൺഗ്രസിനകത്ത് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു വലിയ അന്തർധാരയാണ് ഉള്ളത്. രാഹുലിനെ ഇനി വിലസാൻ അനുവദിക്കരുത് എന്ന ഉറച്ച തീരുമാനം. സസ്പെൻഷനിൽ കഴിയുന്ന ഒരാൾ ഇങ്ങനെ സ്വതന്ത്രമായി പാർട്ടി വേദികളിൽ സഞ്ചരിക്കുകയും പ്രചരണങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുന്നതിനെ അനുവദിച്ചാൽ പാർട്ടിയുടെ നിയന്ത്രണത്തിനും നിയമസംഹിതയ്ക്കും വലിയൊരു ഇടിവാണ് ഉണ്ടാവുക എന്നതാണ് മുതിർന്ന നേതാക്കളുടെ ആശങ്ക പോലും. അതുകൊണ്ടാണ് ചെന്നിത്തലയുടെയും കെ മുരളീധരന്റെയും വാക്കുകൾ ഇത്ര കർശനമാകുന്നതും. രാഹുലിനെ പുറത്താക്കുന്നതിന് സർക്കാർ നടപടി നിർണായകമാണെന്ന സൂചനകളും വന്നു കഴിഞ്ഞു. അതായത് ഇനി രാഹുലിനെ രക്ഷിക്കാൻ പാർട്ടിക്കുള്ളിൽ നിന്നും ആരും വരില്ലെന്ന് സാരം. സർക്കാരും പോലീസും ഒരിക്കൽ കേസെടുക്കുകയോ അന്വേഷണം പുരോഗമിക്കുകയോ ചെയ്താൽ പാർട്ടിയുടെ വാതിൽ എന്നേക്കുമായി രാഹുലിനു മുൻപിൽ കൊട്ടിയടയ്ക്കപ്പെടും. പിന്നീട് ഒരിക്കലും അത് തുറക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ രാഹുലിന് ഇനി രക്ഷയില്ല. പാർട്ടിയുടെ പേരുപയോഗിച്ച് സ്വയം രക്ഷപ്പെടാമെന്ന് കരുതിയിരുന്ന പഴയ ധാരണകൾ ഇനി ഇവിടെ നടപ്പാകില്ല എന്ന് സാരം. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് ഇത്തരത്തിൽ ശക്തമായ രാഷ്ട്രീയ ചെറുത്തുനിൽപ്പ് നേരിടുന്ന രാഹുലിന്റെ ഭാവി അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇനി മുന്നിലുള്ള ദിവസങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിന് എളുപ്പമാകില്ല.